അപ്പൊ നമ്മൾ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിന്റെ സെക്കൻഡ് ചാപ്റ്ററിൽ എത്തിയില്ലേ? സെക്കൻഡ് ചാപ്റ്ററിന്റെ പേര് എന്താണ്? സെക്കൻഡ് ചാപ്റ്ററിന്റെ പേര് സ്നേക്ക് ആൻഡ് ദ മിറർ എന്നാണ് അല്ലെ? സ്നേക്ക് ആൻഡ് ദ മിറർ ആണ്. ഈ ഒരു പേര് നമുക്ക് കുറച്ച് സ്ട്രേഞ്ച് ആയിട്ട് തോന്നും അല്ലെ? അത്ര തന്നെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു റൈറ്റർ ആണ് ഇതിന് എഴുതിയിട്ടുള്ളത്. റൈറ്ററിന്റെ പേരാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അപ്പൊ നമ്മൾ മലയാളീസിനൊക്കെ നന്നായിട്ട് അറിയുന്ന ഒരു റൈറ്റർ ആണ് അല്ലെ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്നത്. അപ്പൊ വൈക്കം മുഹമ്മദ് ബഷീർ is also known as ബേപ്പൂർ സുൽത്താൻ. ഇദ്ദേഹം ബേപ്പൂർ സുൽത്താൻ എന്ന് അറിയപ്പെടാറുണ്ടായിരുന്നു. ഓക്കെ, മലയാളം റൈറ്റർ ആണ്, നിങ്ങൾക്ക് അറിയാം. മിസ് പറഞ്ഞല്ലോ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള റൈറ്റർ ആണെന്ന്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാല് എല്ലാവരും ഒരു സ്റ്റാൻഡേർഡ് മലയാളം എന്നൊക്കെ വിചാരിച്ച ഒരു ഹൈഫൈ മലയാളത്തിൽ എഴുതിയിരുന്ന സമയത്ത് ഒരു സാധാരണക്കാരന്റെ ഭാഷയിൽ എഴുതിയിരുന്ന ഒരു റൈറ്റർ ആണ് ആര്? ബേപ്പൂർ സുൽത്താൻ. He is known for his secular attitude and unconventional language. അപ്പൊ നമ്മൾ പൊതുവെ ബുക്സിൽ കാണപ്പെടാത്ത വേർഡ്സ് ഒക്കെ നമുക്ക് എവിടെ കാണാൻ പറ്റുമായിരുന്നു? നമുക്ക് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബുക്സിൽ കാണാൻ പറ്റുമായിരുന്നു. അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് ആണ് ബാല്യകാലസഖി, ശബ്ദങ്ങൾ, പാത്തുമ്മയുടെ ആട്, മതിലുകൾ എക്സെട്ര. ഓക്കെ, അപ്പൊ ബാല്യകാലസഖിയൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരും വായിച്ചിട്ടുണ്ടാവും അല്ലെ? ഇനി ഇല്ലെങ്കിൽ തന്നെ സിനിമ കണ്ടിട്ടുണ്ടാവും. അപ്പൊ വളരെ 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 ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് ആണ് ബാല്യകാലസഖിയും പാത്തുമ്മയുടെ ആടും ഒക്കെ. Okay, he is the recipient of Padma Shri and Vallatol awards. പത്മശ്രീയും വള്ളത്തോളും മാത്രമല്ല വേറെയും കുറെ അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. ബട്ട് ഇദ്ദേഹത്തിന് മെയിൻ ആയിട്ട് പത്മശ്രീയും കിട്ടിയിട്ടുണ്ട്, വള്ളത്തോൾ അവാർഡ്സും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിന് മുൻപ് നമ്മള് ചാപ്റ്ററിലേക്ക്, നമ്മൾ ആ ചാപ്റ്ററിന്റെ കോണ്ടന്റിലേക്ക് എത്തുന്നതിന് മുൻപ് നമ്മൾ ലക്ഷ്യ ബാച്ച് ഉണ്ട് 10th ക്ലാസ്സിന് വേണ്ടിയിട്ട്. അപ്പോ ഇതിന്റെ ഫീ എന്ന് പറയുന്നത് 3,999 ആണ്. ബാച്ചിലർ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ SSLCയുടെ ഫുൾ സിലബസ് കവർ ചെയ്യും. അത് ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിലും മലയാളം മീഡിയം ആണെങ്കിലും. ആൻഡ് അത് ഫുൾ എക്സാം ഓറിയന്റഡ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഫുൾ A+ വാങ്ങിത്തരാ എന്നുള്ളൊരു ഒബ്ജക്റ്റീവ് വെച്ചിട്ടാണ് ഈ ഒരു ബാച്ച് തന്നെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാ എക്സാം ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സംഭവവും നമ്മൾ ഈ ബാച്ചിൽ കവർ ചെയ്യുന്നതാണ്. ഇത് ജോയിൻ ചെയ്യാൻ നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല. നിങ്ങൾ ആകെ 7592092021 എന്നുള്ള നമ്പറിലേക്ക് അല്ലെങ്കിൽ 75919996 എന്നുള്ള നമ്പറിലേക്ക് ഒരു ഹായ് അയച്ചാൽ മതി. നിങ്ങൾ വിളിക്കുകയും കൂടി വേണ്ട. നിങ്ങൾ ഒരു ഹായ് അയച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. ഓക്കെ, ആൻഡ് നിങ്ങൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ട ഒരു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ആൻഡ് നോട്ടിഫിക്കേഷൻ എപ്പോഴും ഓൾ ആക്കി ഇടുക. എന്നാൽ നിങ്ങൾക്ക് ഒരു ക്ലാസ് പോലും ഒരു ടിപ്സ് പോലും നിങ്ങൾക്ക് മിസ് ആവാതെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ഓൾ ആക്കി വെക്കുക. ഇന്നത്തെ ക്ലാസ്സിന്റെ നോട്ട്സിന് വേണ്ടി എന്ത് ചെയ്യാം? ഡിസ്ക്രിപ്റ്റീവ് ബോക്സിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിന്റെ നോട്ട്സ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ചാപ്റ്ററിലേക്ക് കടക്കല്ലേ? ചാപ്റ്ററിലേക്ക് കടക്കാം. Has a snake ever coiled itself around any part of your body? A full-blooded cobra? All of us fell silent. The question came from the homeopath. The topic came up when we were discussing snakes. We listened attentively as the doctor continued with the tale. അപ്പൊ എന്താണ്? നിങ്ങളുടെ മൈൻഡിലേക്ക് ആദ്യം ഒരു സെറ്റിംഗ്സ് വരണം. ഓക്കെ, നമ്മൾ ഇപ്പൊ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഒരു സെറ്റിംഗ്സ് നിങ്ങളുടെ മൈൻഡിലേക്ക് വരണം. ആ സെറ്റിംഗ്സിൽ എന്തൊക്കെയുണ്ട്? ആ സെറ്റിംഗ്സിൽ കുറച്ച് പേര് ഇരുന്ന് സംസാരിക്കുകയാണ് അല്ലെ? കുറച്ച് പേര് ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. എന്തിനെ പറ്റിയിട്ടാണ് ഇവർ സംസാരിക്കുന്നത്? ഇവർ സംസാരിക്കുന്നത് സ്നേഹിക്കിനെ പറ്റിയിട്ടാണ്. ഓക്കെ, സ്നേഹിക്കിനെ പറ്റി ഇവിടെ കുറച്ച് പേരിരുന്ന് സംസാരിക്കുകയാണ്. അപ്പൊ അതില് നമ്മുടെ ഹോമിയോപാത്ത് ഉണ്ട്. ആരുണ്ട്? ഹോമിയോപാത്ത് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഹോമിയോപാത്ത് എന്താ ചെയ്യുന്നത്? പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. എന്താണ് ആ ക്വസ്റ്റ്യൻ? ആ ക്വസ്റ്റ്യൻ ആണ്, Has a snake ever coiled itself around any part of your body? Full-blooded cobra? ഒരു ഫുൾ ബ്ലഡഡ് കോബ്ര എപ്പോഴെങ്കിലും നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും കോയിൽ ചെയ്തിട്ടുണ്ടോ? അതായത് ചുറ്റിപ്പിണഞ്ഞ് നിന്നിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. പിന്നെന്താ പറയുന്നത്? ഫുൾ ബ്ലഡഡ് കോബ്ര. എന്താണ് മക്കളെ ഒരു ഫുൾ ബ്ലഡഡ് കോബ്ര എന്ന് പറയുന്നത്? നല്ല ആരോഗ്യമുള്ള, നല്ല ചെറുപ്പമുള്ള, എപ്പോ വേണമെങ്കിലും അറ്റാക്ക് ചെയ്താൽ നമ്മൾ മരിച്ചു പോകും. അത്രയും ഒരു എന്താ പറയാ ഭയങ്കര സ്ട്രെങ്ത് ഉള്ള ഒരു കോബ്ര എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ ഹോമിയോപാത്ത് ആണെന്ന് പറഞ്ഞു അല്ലെ? എന്താണ് മക്കളെ ഹോമിയോപാത്ത്? ഹോമിയോപാത്ത് എന്ന് പറയുന്നത് ആരാണ്? ഹോമിയോ മരുന്ന്, ഹോമിയോ ഡോക്ടർ ആണ്. ഓക്കെ, ഹോമിയോ മരുന്ന് തരുന്ന ഹോമിയോ ഡോക്ടർ ആണ് ആര്? ഹോമിയോപാത്ത് എന്ന് പറയുന്നത്. അപ്പൊ പറയാണ്, the topic came up when we were discussing snake. Again, came up എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫ്രേസൽ വെർബ് ആണ് കേട്ടോ. അപ്പൊ ആ ഒരു ടോപ്പിക് മെൻഷൻ ചെയ്യുന്നത് എപ്പോഴാണ്? ഞങ്ങള് സ്നേക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോഴാണ്. അപ്പൊ കെയിം അപ്പ് എന്ന് പറയുന്നതിന് മെൻഷൻ എന്നുള്ള ഒരു മീനിങ് ഉണ്ട്.
അപ്പൊ എല്ലാരും അതിനുശേഷം സൈലന്റ് ആയിട്ട് മിണ്ടാണ്ടിരുന്ന് എന്താ ചെയ്യുന്നത്, നമ്മുടെ ഹോമിയോപാത്തിന്റെ സ്റ്റോറി കേൾക്കാണ്. ഓക്കെ, നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ടോപ്പിക് ദാറ്റ് കെയിം അപ്പ് ഫോർ ഡിസ്കഷൻ ബിറ്റ്വീൻ ഡോക്ടർ ആൻഡ് ഹിസ് ഫ്രണ്ട്സ്. അപ്പൊ എന്ത് ടോപ്പിക് ആണ് വന്നത്? ആരുടെങ്കിലും മേത്ത് പാമ്പ് ചുറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണല്ലേ, അതിനെ പറ്റിയിട്ടല്ലേ പെട്ടെന്ന് ഒരു ടോപ്പിക് വന്നത്. ഇവര് സ്നേക്കിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ പെട്ടെന്ന് കയറി വന്ന ടോപ്പിക് എന്താണ്? ആരുടെങ്കിലും മേത്ത് പാമ്പ് കയറിയിട്ടുണ്ടോ? ദേ എൻകൗണ്ടർ വിത്ത് സ്നേക്സ്. സ്നേക്സുമായിട്ടുള്ള അവരുടെ ഒരു എൻകൗണ്ടർ ആണ് അവിടെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, വാട്ട് ഡസ് ദി എക്സ്പ്രഷൻ ഓഫ് ഫുൾ ബ്ലഡഡ് കോബ്ര സജസ്റ്റ്. അപ്പൊ ആ ഒരു ലൈൻ വായിച്ചപ്പോ, ബ്ലഡഡ് കോബ്ര എന്ന് വായിച്ചപ്പോ നിങ്ങളുടെ മൈൻഡിൽ വന്നിട്ടുള്ള ആ ഒരു ഐഡിയ എന്താണ്? എന്താണ് ഒരു ഫുൾ ബ്ലഡഡ് കോബ്ര? എന്താണ്? ഫുൾ ബ്ലഡഡ് കോബ്ര സ്റ്റാൻഡ്സ് ഫോർ സ്ട്രോങ് വെനമസ് ആൻഡ് ഫുള്ളി ഗ്രോൺ കോബ്ര അല്ലെ. ഫുൾ എന്താ പറയാ, ഗ്രോത്ത് എത്തിയിട്ടുള്ള നന്നായിട്ട് പോയിസൺ ഉള്ള ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോബ്രേനെയാണ് എന്ത് പറഞ്ഞത്? ഫുൾ ബ്ലഡഡ് കോബ്ര എന്ന് പറഞ്ഞത്. ഓക്കെ, it was a hot summer night about 10 o'clock. I had my meal at the restaurant and returned to my room. A noise from above as I opened the door. The sound was a familiar one. അപ്പൊ ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഹോമിയോപാത്ത് ആ സ്റ്റോറി പറയാണല്ലേ. ഈ ഒരു പാരഗ്രാഫ് മുതൽ എന്താണ്? ഹോമിയോപാത്തിന്റെ ടെയിലാണ്. എന്തിന്റെ? ഹോമിയോപാത്തിന്റെ ടെയിലാണ്. അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്റ്റോറി ആണല്ലേ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് തുടങ്ങുന്നത്? ഇറ്റ് വാസ് എ ഹോട്ട് സമ്മർ നൈറ്റ് അബൌട്ട് 10 o'clock. ഒരു ചൂടുള്ള ഒരു ദിവസം, ഒരു സമ്മറിലുള്ള ഒരു രാത്രി, ഏറെക്കുറെ ഒരു 10 മണി ആയപ്പോ. ഐ ഹാഡ് മൈ മീൽ അറ്റ് ദ റെസ്റ്റോറന്റ് ആൻഡ് റിട്ടേൺ ടു മൈ റൂം. അപ്പൊ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് എങ്ങോട്ട് പോവാണ്? തിരിച്ച് എന്റെ റൂമിലേക്ക് പോവാണ്. നോയ്സ് ഫ്രം എബവ് ആസ്. അപ്പൊ എന്താണ്? ഇദ്ദേഹം ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ റൂമിലേക്ക് പോവാണ്. റൂമിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് ചെന്നപ്പോ എന്താ കേൾക്കുന്നത്? ഐ ഹേർഡ് എ നോയ്സ് ഫ്രം എബവ് ആസ് ഐ ഓപ്പൺ ദ ഡോർ. അപ്പൊ എനിക്ക് മുകളിൽ നിന്ന് എന്ത് ശബ്ദം കേൾക്കുന്നുണ്ടല്ലേ? എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. എന്താണ്? സൗണ്ട് വാസ് എ ഫെമിലിയർ വൺ. അപ്പോ ഈ സൗണ്ട് ഇദ്ദേഹം ആദ്യമായിട്ടല്ല കേൾക്കുന്നത്, കേട്ട് നല്ല പരിചയമുള്ള സൗണ്ട് ആണ്. സേ ദാറ്റ് റാറ്റ്സ് ആൻഡ് ഐ ഷെയർഡ് ദ സെയിം റൂം. അപ്പൊ എന്താ പറയുന്നത്? നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ഞാനും എലിയും റൂംമേറ്റ്സ് ആണെന്ന് അല്ലെ. ഞാനും എലിയും ഒരേ റൂം ഷെയർ ചെയ്യുന്ന ആൾക്കാരാണെന്ന്. അതായത് എലിശല്യം ഉണ്ടെന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഇതിനെ കുറച്ച് ഫണ്ണി ആയിട്ടുള്ള രീതിയിലാണ് പ്രസന്റ് ചെയ്തത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാം? നമ്മുടെ ഹോമിയോപാത്ത് എങ്ങനെയാണ്? കുറച്ച് ഹ്യൂമറസ് ആണ്, കുറച്ച് ഫണ്ണി ആണെന്ന് പറയാം. ഓക്കെ, took out my box of matches and lighted the kerosene lamp on the table. അടുത്തത്, അപ്പൊ റൂമിൽ എന്തുണ്ട്? റൂമിലേക്ക് ഇവർ കയറി ചെന്നു. റൂമിൽ നിറയെ എലിയുണ്ട്. പിന്നെ നമ്മൾ എന്താ അറിയുന്നത്? ഒരു ടേബിളില് കെറോസിൻ ലാമ്പ് ഉണ്ട് അല്ലെ. അവിടുത്തെ ടേബിളിൽ എന്തുണ്ട്? കെറോസിൻ ലാമ്പ് ഉണ്ട്. എന്താണ് കെറോസിൻ ലാമ്പ്? മണ്ണെണ്ണ വിളക്കുണ്ട്. ഓക്കെ, house was not electrified. It was a small rented room. I had just set up medical practice and my earnings were meager. I had about 60 rupees in my suitcase along with some shirts, dhotis. I also possessed one solitary black coat which I was then wearing. അപ്പൊ എന്താ പറയുന്നത്? ഹൗസിൽ എന്തില്ല? ഇലക്ട്രിസിറ്റി ഇല്ല. എഗെയിൻ നമുക്ക് ഹൗസിനെ പറ്റിയിട്ട് ഒരു ഐഡിയ കിട്ടിയില്ലേ. ഹൗസിൽ എന്തില്ല? ഇലക്ട്രിസിറ്റി ഇല്ല. ഇതൊരു ചെറിയ റെന്റഡ് റൂം ആണ്. വാടകയ്ക്ക് എടുത്ത ഒരു ചെറിയ കുടിസുമുറി മാത്രമാണ് ഇദ്ദേഹം ഇപ്പൊ ഹൗസ് എന്ന് പറയുന്നത്, ഇദ്ദേഹത്തിന്റെ റൂം. ഓക്കെ, I had just set up medical practice and my earnings were meager. അപ്പൊ ഇദ്ദേഹം ആണെങ്കിൽ ഡോക്ടർ ആയതുകൊണ്ട് ഈ മെഡിക്കൽ പ്രാക്ടീസ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ അധികം ഏർണിങ്സ് ഇല്ല അല്ലെ. ഏർണിങ്സ് ഒക്കെ ഒരു നോർമൽ റേഞ്ചിലേ ഉള്ളൂ. I had about 60 rupees. അപ്പൊ എന്താണ്? പക്ഷെ ഇദ്ദേഹത്തിന്റെ പൊസഷൻ എന്ന് പറയാൻ, ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ളത് എന്ന് പറയാൻ എന്തുണ്ട്? ഒരു 60 rupees ഉണ്ട് സൂട്ട് കേസില്. കുറച്ച് ഷർട്ട് ഉണ്ട്, മുണ്ടുണ്ട്, ഒറ്റ ബ്ലാക്ക് കോട്ട് ഉണ്ട്. ഓക്കെ, എന്തൊക്കെയുണ്ട് സൂട്ട് കേസില്? 60 രൂപയുണ്ട്, ഷർട്ട്സ് ഉണ്ട്, മുണ്ടുകൾ, ധോത്തീസ് മുണ്ടുകൾ ഉണ്ട്. പിന്നെ എന്താണ്? ഒറ്റ ഒരു ബ്ലാക്ക് കോട്ട് ഉണ്ട്. ആ ബ്ലാക്ക് കോട്ട് ആ സമയത്ത് ആ റൂമിലേക്ക് കയറി ചെല്ലുമ്പോ അദ്ദേഹം ഇട്ടിട്ടുണ്ട്. ഓക്കെ, വിച്ച് ഐ വാസ് ദെൻ വെയറിങ്. ഞാൻ അത് അപ്പോ ഇട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സോളിറ്ററി എന്ന് പറയുമ്പോൾ ഒറ്റ എന്നുള്ളത്. സൗണ്ട് വാസ് എ ഫെമിലിയർ വൺ. വാട്ട് വാസ് ദ സൗണ്ട്? അപ്പൊ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു സൗണ്ട് ആയിരുന്നു. അപ്പൊ ആ സൗണ്ട് എന്തിന്റെ ആയിരുന്നു? നമ്മുടെ എലികളുടെ സൗണ്ട് ആയിരുന്നു അല്ലെ. ഇറ്റ് വാസ് ദ സൗണ്ട് മെയ്ഡ് ബൈ ദ റാറ്റ്സ്. ആരുണ്ടാക്കിയ സൗണ്ട് ആയിരുന്നു? റാറ്റ്സ് ഉണ്ടാക്കിയ സൗണ്ട് ആയിരുന്നു. ഓക്കെ, took off my black coat, white shirt and not so white vest and hung them up. I opened the 2 windows in the room. It was an outer room with one wall facing the open yard. അപ്പൊ എന്താണ്?
റൂമിൽ കയറി ചെന്ന് ഇദ്ദേഹം കോട്ട് ഊരി വെച്ചു, ഷർട്ട് ഊരി വെച്ചു, അതിന്റെ താഴെയുള്ള വെസ്റ്റ് ഊരി വെച്ചു, അതായത് ബനിയൻ ഊരി വെച്ചു. എന്നിട്ട് അതൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടു കേട്ടോ, അതൊക്കെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ തൂക്കിയിട്ടു. I opened the 2 windows. അപ്പൊ ആ റൂമില് 2 വിൻഡോസ് ഉണ്ട്. ഓക്കെ, ആ റൂമിൽ എന്നിട്ട് 2 വിൻഡോസ് ഉണ്ട്. ആ 2 വിൻഡോസും പുറത്തേക്കാ തുറക്കുന്നത്. അതായത് റൂം എന്ന് പറയുന്നത് വീടിന്റെ പുറം ഭാഗത്തുള്ള ഒരു റൂമാണ്. ഓക്കെ, പുറത്തേക്കുള്ള ഒരു റൂമാണ്. പിന്നെ ആ റൂമിന്റെ എഗെയിൻ ആ റൂമിനെ പറ്റിയിട്ടാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? ഔട്ടർ റൂമാണ്, ഓപ്പൺ യാർഡ് ആണല്ലേ, അത് കഴിഞ്ഞാൽ പിന്നെ മുറ്റമാണ് ഉള്ളത്. പിന്നെ ഓടിട്ട വീടാണ്. ആ ഓടിട്ട വീട് ഒരു എന്തിലാണ് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്? ഒരു ബീമിലാണ് അല്ലെ. അപ്പൊ ഇതാണ്. അപ്പൊ ഗേബിളിന്റെ കാര്യം പറയുന്നുണ്ട്. ഇതാണ് കേട്ടോ ഗേബിൾ. ഇതിപ്പോ നമ്മുടെ ഒരു ഓടിട്ട വീടാണെങ്കിൽ ഈ ഒരു പോർഷൻ ഇല്ലേ, ആ ഓടിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന അതിനാണ് നമ്മൾ ഗേബിൾസ് എന്ന് പറയാ. പിന്നെ ബീം എന്ന് പറയുന്നത് ഈ സാധനമാണ്. ഓക്കെ, നമ്മൾ വീട്ടില് ഓടിട്ട വീടുകളിൽ നമുക്ക് പ്രത്യേകിച്ച് ഇത് കാണാൻ പറ്റും അല്ലെ. ഓക്കെ, there was a regular traffic of rats to and from the beam. അപ്പൊ എന്താണ്? എലികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടാറുണ്ട്. എവിടെ? ബീമിന്റെ മുകളിൽ. അപ്പൊ നമ്മൾ കണ്ടൂല്ലേ, ഇതിന്റെ മുകളില് എലികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടാറുണ്ട്. I made my bed and pulled it close to the wall. I lay down, but I could not sleep. I got up and went out to the veranda for a little air, but the wind god seemed to have taken time off. അപ്പൊ ഇത് നിറയെ phrasal verbs ആണ്. എന്താ പറയുന്നത്? ഞാൻ എന്റെ ബെഡ് നീക്കി എവിടേക്ക് വെച്ചു? ചുമരിന്റെ അടുത്തേക്ക് വെച്ചു. ഞാൻ അവിടെ കിടക്കാൻ ശ്രമിച്ചു അല്ലെ. ട്രൈ ടു ലേ ഡൗൺ എന്നാണ് പറയുന്നത്. കിടക്കാൻ ശ്രമിച്ചു. അപ്പൊ ലേ ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? കിടക്ക. ഓക്കെ, ബട്ട് ഐ കുഡ് നോട്ട് സ്ലീപ്. ഐ ഗോട്ട് അപ്പ്. ഗോട്ട് അപ്പ് എന്ന് പറയുമ്പോ ആൻഡ് വെന്റ് ഔട്ട് ടു വരാന്ത. അപ്പൊ പുറത്തേക്ക് പോയി കുറച്ച് കാറ്റ് കിട്ടാൻ വേണ്ടി ഞാൻ ബെഡ് നീക്കിയിട്ട് കിടക്കാൻ നോക്കി. പക്ഷെ എനിക്ക് ഉറക്കം വന്നില്ല. അപ്പൊ ഞാൻ എഴുന്നേറ്റ് എന്ത് ചെയ്തു? വരാന്തയിൽ പോയി കുറച്ച് കാറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ വായു ഭഗവാൻ റെസ്റ്റ് എടുക്കാൻ വേണ്ടി അതായത് വായു ഭഗവാൻ ലീവിലാണ്. അതാണ് ഉദ്ദേശിച്ചത്. ടൈം ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ടൈം എടുക്കുക എന്ന് പറയില്ലേ, അതിനാണ് നമ്മൾ ടൈം ഓഫ് എന്ന് പറയാ. അപ്പൊ വായു ഭഗവാൻ എന്തിനു പോയതാ? മൂപ്പരും റെസ്റ്റ് എടുക്കാൻ പോയതാന്ന് തോന്നുന്നു. കാറ്റില്ല. ഓക്കെ, I went back into the room and sat down on the chair. I opened the box beneath the table and took out a book, the Materia Medica. I opened it at the table on which stood the lamp and a large mirror and a small comb lay beside the mirror. അപ്പൊ എന്താണ് പറയുന്നത്? ആ റൂം കയറി എവിടെ ഇരുന്നു? ടേബിളിന്റെ അടുത്ത് പോയി ഇരുന്നു. sat down on the chair. I opened the box beneath the table. അപ്പൊ ടേബിളിന്റെ മുകളിൽ ഇങ്ങനെ ചെയറിന്റെ മുകളിൽ ഇരിക്കുകയാണ്. ടേബിളിന് താഴെ ഒരു ബോക്സ് ഉണ്ട് കേട്ടോ. ആ ബോക്സ് എടുത്തിട്ട് അതിന് ഒരു ബുക്ക് എടുത്തു. എന്താണ് ആ ബുക്കിന്റെ പേര്? ഏത് ബുക്കാണ് മക്കളെ എടുത്തത്? മെറ്റീരിയ മെഡിക്ക ആണ് എടുത്തത്. അപ്പൊ മിസ് ചോദിക്കട്ടെ, എന്തിനാണ് ഈ ബുക്ക് തന്നെ എടുത്തിട്ടുണ്ടാവുക? ഇദ്ദേഹം ഒരു ഡോക്ടർ ആണല്ലേ, ഇദ്ദേഹം ഒരു ഡോക്ടർ ആണ്. അപ്പൊ മെറ്റീരിയ മെഡിക്ക എന്ന് പറയുന്നത് മെഡിസിന്റെ ഒരു ബുക്ക് ആയിരിക്കണം. അപ്പൊ അതുകൊണ്ടായിരിക്കും. I opened it at the table on which stood the lamp. അപ്പൊ എന്നിട്ടോ ഈ ബുക്കിനെ ടേബിളിന്റെ മുകളിൽ വെച്ചിട്ട് ഓപ്പൺ ചെയ്യാണ്. അപ്പൊ ആ ടേബിളിന്റെ മുകളിൽ വേറെ എന്തൊക്കെയുണ്ട്? ടേബിളിന്റെ മുകളില് ഒരു ലാമ്പ് ഉണ്ട്, ലാർജ് മിറർ ഉണ്ട്. അപ്പൊ ലാമ്പ് നേരത്തെ നമ്മൾ കത്തിച്ചു വെച്ച ലാമ്പ് ആണല്ലേ, ആ ലാമ്പ് ഉണ്ട്, ഒരു വലിയ മിറർ ഉണ്ട്. പിന്നെ എന്താണുള്ളത്? ഒരു കോം ഉണ്ട്. കോം എന്ന് പറഞ്ഞാൽ എന്താണ്? ചീർപ്പുണ്ട് അല്ലെ, ഒരു കോം ഉണ്ട്. One feels tempted to look into a mirror when it is near. I took a look. In those days, I was a great admirer of beauty and I believed in making myself look handsome. അപ്പൊ എന്താണ്? കണ്ണാടിയുടെ മുന്നിൽ പോയ ആർക്കും കണ്ണാടിയിലേക്ക് നോക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ലേ, ഒരു ആകർഷണം ഉണ്ടാവില്ലേ കണ്ണാടിക്ക്. അപ്പൊ അങ്ങനെ ഇദ്ദേഹവും കണ്ണാടിയിലേക്ക് ഒരു വട്ടം നോക്കി. ആ കാലത്ത്, അപ്പൊ അദ്ദേഹം പറയണം, ആ കാലത്ത് ഞാൻ എന്തായിരുന്നു? ഐ വാസ് എ ട്രൂ അഡ്മയറർ ഓഫ് ബ്യൂട്ടി എന്നാ പറയുന്നത്. അതായത് ഞാൻ ഭംഗിയുടെ ഒരു ആരാധകനായിരുന്നു ആ കാലത്ത്. അതുകൊണ്ട് തന്നെ ഞാൻ എന്നും സുന്ദരനായി നടക്കാൻ ആഗ്രഹിച്ചിരുന്നു അല്ലെ. ഞാൻ എന്നും സുന്ദരനായി ഇരിക്കണം എന്ന് ഐ മേഡ് ഷുവർ, ഞാൻ ഉറപ്പുവരുത്തിയിരുന്നു ഞാൻ സുന്ദരനായിട്ടാണ് ഇരിക്കുന്നതെന്ന്. I was unmarried and was a doctor. I felt I had to make my presence felt. I picked up the comb and ran it through my hair and adjusted the partings so that it looked straight and neat. Again, I heard that sound from above. പിന്നെ എന്താണ് ചെയ്തത്? ഒരു ചീർപ്പ് എടുത്തിട്ട് എന്ത് ചെയ്തു? ഇങ്ങനെ നടുക്ക് കൂടി ഇങ്ങനെ വഴഞ്ഞിട്ട് രണ്ട് സൈഡ് ആ പാർട്ടിങ് ഇല്ലേ, അത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഒതുക്കി വെച്ച്
ഇങ്ങനെ നോക്കുകയാണ്, എവിടേക്ക്, കണ്ണാടിയിലേക്ക് നോക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഞാനൊരു ബാച്ചിലർ ആണ് അല്ലെ, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, ഞാനൊരു ബാച്ചിലർ ആണ്, ഞാൻ സുന്ദരനുമാണ്, ഞാനൊരു ഡോക്ടറുമാണ്, അപ്പൊ ഞാൻ സുന്ദരനായി ഇരിക്കുക എന്നുള്ളത് എന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ള രീതിയിലാണ് അദ്ദേഹം ആലോചിക്കുന്നത് കേട്ടോ. അതിന്റെ ഇടയ്ക്കും എന്ത് കേൾക്കുന്നുണ്ട്, മോളിൽ നിന്ന് സൗണ്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഇത് നിങ്ങള് ഫോക്കസ് ചെയ്യണം. നമുക്ക് നമ്മുടെ ഡോക്ടറിനെ പറ്റി വേറൊരു ക്യാരക്ടർ കിട്ടാണ്. ഡോക്ടർ എന്താണ്, ഹീസ് എ ട്രൂ അഡ്മയറർ ഓഫ് ബ്യൂട്ടി അല്ലെ, ട്രൂ അഡ്മയറർ ഓഫ് ബ്യൂട്ടി. അപ്പൊ അതും എന്താണ്, ഡോക്ടറിന്റെ ഒരു ക്യാരക്ടർ ആണ്. ഓക്കെ. I took a close look at my face in the mirror. I made an important decision. I would shave daily and grow a thin mustache to look more handsome. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, കണ്ണാടിയിലേക്ക് കുറച്ചുകൂടി ഇങ്ങനെ അടുത്തുനിന്ന് നോക്കിയേ. അദ്ദേഹം പറഞ്ഞു, I made an important decision. ഞാൻ ഒരു വലിയ തീരുമാനം എടുത്തു. Shave daily and grow a thin mustache. ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഷേവ് ചെയ്തിട്ട് ഒരു മെലിഞ്ഞൊരു മീശ ഇങ്ങനെ ഞാൻ റെഡിയാക്കി വെക്കും അല്ലെ. and grow a thin mustache to look more handsome. അപ്പൊ കൂടുതൽ സുന്ദരനായി തോന്നാൻ വേണ്ടിയിട്ട് ഞാനൊരു മെലിഞ്ഞ മീശ ഇങ്ങനെ വെക്കും, എന്നും ഷേവ് ചെയ്യും. I was after all a bachelor and a doctor. കാരണം ഞാനൊരു ബാച്ചിലർ ആണ്, ഞാനൊരു ഡോക്ടർ ആണ്, അപ്പൊ ഞാൻ സുന്ദരനായി ഇരിക്കണമല്ലോ അല്ലെ. I looked into the mirror and smiled. എന്നിട്ട് എന്ത് ചെയ്തു, മിററിലേക്ക് നോക്കിയിട്ട് ഒന്ന് പുഞ്ചിരിച്ചു. അപ്പൊ പറയാണ്, it was an attractive smile. എന്റെ പുഞ്ചിരി എന്തൊരു ആകർഷണീയമാണല്ലേ, എന്തൊരു ഭംഗിയാണ് എന്റെ ചിരി കാണാൻ. എന്നിട്ട് അദ്ദേഹം അടുത്ത തീരുമാനം എടുക്കാണ്. I made another earth-shaking decision. I would always keep that attractive smile on my face. അപ്പൊ ഇത്രയും ഭംഗിയുള്ള ആ ഒരു ചിരിയില്ലേ, ഞാൻ എന്റെ മുഖത്ത് ഇതേപോലെ വെക്കും. അപ്പൊ രണ്ട് തീരുമാനം എടുക്കാണ്. എന്ത്, ഒരു തിൻ മുസ്റ്റാഷ് വെക്കും ചെയ്യും, പിന്നെ ചിരിച്ചിരിക്കും അല്ലെ, ഫുൾ ടൈം ചിരിച്ചുകൊണ്ടിരിക്കും. ആ ഒരു സ്മൈല്, ആ പുഞ്ചിരി എപ്പോഴും എന്റെ മുഖത്തുണ്ടാവും. അപ്പൊ ഇദ്ദേഹം എടുത്ത രണ്ട് ഇമ്പോർട്ടന്റ് ഡിസിഷൻ എന്താണ് നമ്മള് കണ്ടു അല്ലെ. എന്തായിരുന്നു ആ രണ്ട് ഇമ്പോർട്ടന്റ് ഡിസിഷൻ, എന്തായിരുന്നു ആ രണ്ട് ഇമ്പോർട്ടന്റ് ഡിസിഷൻ, ആ തിൻ മുസ്റ്റാഷ് വെക്കുന്നതും ആ സ്മൈല് ക്യാരി ചെയ്യുന്നതും. അത് മാത്രമല്ല, he was proud of his smile and his job അല്ലെ. ഞാനൊരു ബാച്ചിലർ ആണ്, ഞാനൊരു ഡോക്ടർ ആണെന്ന് ഇടയ്ക്ക് പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ഭയങ്കര ഒരു പ്രൗഡ് ഫീലിംഗ് ഉണ്ടാവും ആ ഡോക്ടർ ആണ് എന്നുള്ള കാര്യത്തില്. ഓക്കെ, came that noise. അപ്പൊ പിന്നെ അത് എങ്ങനെ എൻഡ് ചെയ്യുന്നത്, അപ്പോഴും എന്ത് വരുന്നുണ്ട്, ഈ ശബ്ദം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. got up, lit a beedi and paced up and down the room. അപ്പൊ എന്തായി, ശബ്ദം ഇങ്ങനെ വരുന്നുണ്ട്, ശല്യം. അപ്പൊ എഴുന്നേറ്റ് നിന്നിട്ട് ഒരു ബീഡിയും കത്തിച്ച് റൂമിന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കണം. ഓക്കെ, paced up and down the room എന്നാണ് പറയുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കണം. another lovely thought struck me. അപ്പൊ ഇല്ലേ, നല്ല രസമുള്ള വേറൊരു ചിന്ത എന്റെ മനസ്സിൽ വന്നു. എന്താണ് ആ ചിന്ത, I would get married to a woman doctor who has plenty of money. അപ്പൊ എന്താണ് അടുത്ത ചിന്ത, കല്യാണം കഴിക്കാം. അപ്പൊ കല്യാണം കഴിക്കുമ്പോൾ എങ്ങനത്തെ ആളെ കല്യാണം കഴിക്കണം എന്നാണ് ആഗ്രഹം, ഒരു ഡോക്ടർ, a woman doctor who has plenty of money and a good medical practice. അപ്പൊ ഒരു ഡോക്ടറിനെ കല്യാണം കഴിക്കണം, എങ്ങനെ, ഒരുപാട് പൈസയും നല്ലൊരു മെഡിക്കൽ പ്രാക്ടീസും ഉള്ള ഒരു ഡോക്ടറിനെ. കാരണം നമ്മുടെ ഡോക്ടർക്ക് അത്ര വലിയ പ്രാക്ടീസ് ഇല്ലല്ലോ അല്ലെ, നമ്മുടെ ഡോക്ടർ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അവൻ നല്ലൊരു മെഡിക്കൽ പ്രാക്ടീസ് ഉള്ള ഒരുപാട് പൈസ ഉള്ള ഒരു റിച്ച് ആയിട്ടുള്ള ഒരു പെണ്ണിന്, റിച്ച് ആയിട്ടുള്ള ഒരു ഡോക്ടറിനെ കല്യാണം കഴിക്കണം തീരുമാനിക്കുകയാണ്. She had to be fat, valid reason. If I made some silly mistake and needed to run away, she should not be able to run after me and catch me. അപ്പൊ എന്താണ് പറയുന്നത്, പെണ്ണ് തടിച്ചിട്ടാവണം അല്ലെ. പെണ്ണ് തടിച്ചിട്ടാവണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, ഞാൻ എന്തെങ്കിലും ഒരു മണ്ടത്തരം കാണിച്ച് ഞാൻ ഓടിയാല് ഇവൾക്ക് എന്റെ പിറകെ ഓടിയിട്ട് എന്നെ പിടിക്കാൻ പറ്റരുത്. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഇദ്ദേഹത്തിന്റെ എക്സ്പെക്ടേഷൻസിൽ ഉണ്ടായിരുന്നത്. എന്താണ്, വൈഫ് ആവുമ്പോ എങ്ങനെ ആയിരിക്കണം, വൈഫ് ആവുമ്പോ ഒരു ഡോക്ടർ ആയിരിക്കണം, റിച്ച് ആയിരിക്കണം, പിന്നെ ഫാറ്റ് ആയിരിക്കണം അല്ലെ. അപ്പൊ എല്ലാത്തിനും ഇദ്ദേഹത്തിന്റെ അടുത്ത് റീസൺസ് ഉണ്ട്, അങ്ങനെ ചുമ്മാ ആലോചിക്കല്ല പെണ്ണ് ഇങ്ങനെ ആവണം അങ്ങനെ ആവണം എന്നൊന്നും. ഓക്കെ, in those days I was a great admirer of beauty. Pick out the phrases and expressions from the story to justify the statement. ഏതൊക്കെ ലൈൻ വായിക്കുമ്പോഴാണ് നമുക്ക് അദ്ദേഹം ഭംഗിയുടെ ഒരു ആരാധകനാണെന്ന് തോന്നിയിട്ടുള്ളത്. അപ്പൊ നമുക്കത് തപ്പാം അല്ലെ. ഏതൊക്കെയാണ്, നമുക്കതിന് ഒരു ഡിഫറെന്റ് കളർ എടുക്കാം, പിങ്ക് എടുക്കാം.
ഓക്കെ, അപ്പൊ ഏതൊക്കെ ലൈനാണ് മക്കളെ നിങ്ങൾക്ക് തോന്നുന്നത് ഇദ്ദേഹം ഭംഗിയുടെ ഒരു ആരാധകനാണെന്ന്? അതെ, എന്ത് ആദ്യം പറഞ്ഞു അല്ലെ, ഐ ബിലീവ് ഇൻ മേക്കിംഗ് മൈസെൽഫ് ലുക്ക് ഹാൻസം. അപ്പൊ എന്റെ ഒരു വിശ്വാസം ഞാൻ എപ്പോഴും ഭംഗിയായിട്ട് ഇരിക്കണം എന്നാണ്. അത് കഴിഞ്ഞിട്ടോ ഇദ്ദേഹം എന്താണ്, ഐ ഫെൽറ്റ് ഐ ഹാഡ് ടു മേക്ക് മൈ പ്രസൻസ് ഫെൽറ്റ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ പറയുന്നുണ്ട്, ഐ വാസ് ആഫ്റ്റർ ഓൾ എ ബാച്ചിലർ ആൻഡ് എ ഡോക്ടർ. I would shave daily, grow a thin mustache to look more handsome. Again, അടുത്തത്, I would always keep an attractive smile on my face to look more handsome. അപ്പൊ എന്താണ്, എങ്ങനെ ഭംഗിയാവണം എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതിനുള്ള കുറെ സംഭവങ്ങൾ കൊണ്ടുവരികയാണ് അല്ലെ. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്താണ്, a true admirer of beauty ആണ്. With such thoughts in my mind, I resumed my seat in the chair in front of the table. There were no more sounds from above. Suddenly came a dull thud as if a rubber tube has fallen to the ground. അപ്പൊ ഇത്രയും നേരം നടക്കുമായിരുന്നു അല്ലെ, അവസാനം തിരിച്ച് കയറി ഇരിക്കാൻ നിന്നു. എന്നിട്ട് എന്താണ്, സീറ്റിലിരുന്ന സമയത്ത് സൗണ്ട് പെട്ടെന്ന് നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ മുകളിൽ ഉണ്ടായിരുന്ന ബഹളങ്ങളൊക്കെ ഇല്ലേ, നമ്മുടെ റാറ്റ് അങ്ങോട്ടോടി ഇങ്ങോട്ടോടി ഒക്കെ നിൽക്കുകയാണ്. പക്ഷേ suddenly there came a dull thud if a rubber tube has fallen. അപ്പൊ ഒരു റബ്ബർ ട്യൂബ് മുകളിൽ നിന്ന് താഴേക്ക് വീണ പോലത്തെ ഒരു തഡ് സൗണ്ട് അവിടെ വരുന്നുണ്ട്. ഓക്കെ, ഒരു തഡ് സൗണ്ട് അവിടെ വരുന്നുണ്ട്, ഒരു റബ്ബർ ട്യൂബ് മുകളിൽ നിന്ന് താഴേക്ക് വീണ പോലെ. Surely nothing to worry about. Even so I thought I would turn around and take a look. അതൊരു റബ്ബർ ഇതായിരിക്കും, റബ്ബർ ട്യൂബ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ പാമ്പിനെ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്, ഒരു റബ്ബർ ട്യൂബുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട് അല്ലെ. ഓക്കെ, ചിലപ്പോ എന്തെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള പേടിക്കാനൊന്നും ഇല്ല എന്ന് വിചാരിച്ചിട്ട് എന്തായാലും നോക്കി കളയാം എന്ന് വെച്ചിട്ട് ഇങ്ങനെ ബാക്കോട്ട് നോക്കുന്നുണ്ട്. അപ്പോഴാണ്, no sooner had I turned that a fat snake wriggled over the back of the chair and landed on my shoulder. ഇദ്ദേഹം തിരിയുന്ന ഒരു മൊമെന്റിൽ എന്താ സംഭവിക്കുന്നത്, ഒരു തടിച്ചിട്ടുള്ള ഒരു കോബ്ര എന്താവുന്നുണ്ട്, ആ ചെയർമേലേക്ക് ഇങ്ങനെ റിഗിൾ ചെയ്തിട്ട് വീഴുന്നുണ്ട്. എന്നിട്ടോ അത് നേരെ ബാലൻസിന് എവിടേക്ക് കയറുന്നുണ്ട്, ഈ നമ്മുടെ ഡോക്ടറിന്റെ ഷോൾഡറിലേക്ക് കയറുന്നുണ്ട്. അപ്പൊ എന്താണ് അവിടെ സംഭവിക്കുന്നത്, no sooner I had turned that a fat snake wriggled over the back of the chair and landed on my shoulder. The snake's landing on me and my turning was simultaneous. അപ്പൊ എന്താ പറയുന്നത്, സ്നേക്ക് എന്റെ മേലേക്ക് വീഴുന്നതും ഞാൻ തിരിയുന്നതും ഒരുമിച്ചാണ്. ഓക്കെ, പാമ്പ് ഇവിടെ ഉള്ളതും ഇവർ രണ്ടുപേരും തമ്മിൽ നോക്കുന്നത് ഒരുമിച്ചാണ്. ആ സൈമൾട്ടേനിയസ് ആണ്, എക്സാക്ട്ലി സെയിം ടൈമിലാണ്. ഓക്കെ, സെയിം ടൈമിലാണ് ഇവരുടെ ഈ ഒരു രണ്ട് ആക്ഷനും നടക്കുന്നത്. ഓക്കെ, what are the two important and earth-shaking decisions that the doctor takes while looking into the mirror? അപ്പൊ എന്തായിരുന്നു ആ രണ്ട് ഡിസിഷൻസ്? ഒന്ന് എന്തായിരുന്നു, thin mustache വെക്കലും, രണ്ടാമത്തെ എന്താണ്, സ്മൈൽ ചെയ്യലല്ലേ. ഓക്കെ, came the noise from above. Did the doctor pay much attention to the noise? Why? എന്തുകൊണ്ടാണ് ആ ഡോക്ടർ ഒരു നോയ്സിന് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാഞ്ഞത്? എന്തുകൊണ്ടാണ്? ഡോക്ടർക്ക് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നതാണ് അല്ലെ, ഡോക്ടർ ഇടയ്ക്കിടയ്ക്ക് ഈ ശബ്ദം കേൾക്കുന്നതാണ്. കാരണം റാറ്റ് റൂംമേറ്റ് ആണെന്ന് പറയണമെങ്കിൽ റാറ്റിനെ കൊണ്ട് അത്രയും ശല്യം ഉണ്ടാവില്ലേ, അപ്പൊ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നോണ്ടാണ് അതിന് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാഞ്ഞത്. No, he was used to the noise and was lost in his thought that he paid no attention to it. അപ്പൊ എന്താ വെച്ചാല് മൂപ്പർക്ക് അതൊരു ശീലമാണ് അല്ലെ, അതുകൊണ്ട് അതിന് ഒരു അറ്റൻഷൻ കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനത്തെ ആളെയാണ്, വാട്ട് കൈൻഡ് ഓഫ് വുമൻ ഡസ് ദ ഡോക്ടർ വാണ്ടഡ് ടു മാരി? അപ്പൊ എങ്ങനത്തെ ആളെയാണ് ഡോക്ടർക്ക് കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നത്? He wanted to marry a doctor with plenty of money and good medical practice, and she has to be fat so that she won't be able to run after him once he makes some silly mistakes. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എന്തൊക്കെയാണെന്ന്, അപ്പൊ ക്ലിയർ അല്ലേ എന്തുകൊണ്ടാണ് ഒരു ഫാറ്റ് വുമനെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിരുന്നത്? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഹാപ്പൻഡ് വെൻ ദ ഡോക്ടർ വാസ് സിറ്റിംഗ് ഓൺ ഹിസ് ചെയർ? അപ്പൊ ഡോക്ടർ ചെയറിൽ ഇരിക്കുമ്പോ എന്താണ് സംഭവിച്ചത്? ആരോ വന്ന് വീണു അല്ലേ? ആരാ വന്ന് വീണത്? ഡോക്ടർ ചെയർമേൽ ഇരിക്കുമ്പോ ആരാണ് മക്കളെ വന്ന് വീണത്? ഒരു പാമ്പ്. While he was sitting on the chair, a fat snake wriggled over the back of the chair and landed on his shoulder. Okay. അപ്പൊ I didn't jump, I didn't tremble, I didn't cry out. എന്താ പറയുന്നത്? ഞാന് ചാടിയില്ല, ഞെട്ടി, അത് ഞാൻ ആകെ വിറച്ചില്ല, അല്ലെങ്കിൽ ഇങ്ങനെ
ഇങ്ങനെ ബിഹേവ് ചെയ്തില്ല. ആൻഡ് ഐ ഡിഡ്ന്റ് ക്രൈ ഔട്ട്, ഞാൻ ഉറക്കെ വിളിച്ച് കൂവിയതുമില്ല. നോ ടൈം ടു ഡു എനി സച്ച് തിങ്, അതൊന്നും ചെയ്യാനുള്ള സമയമേ ഉണ്ടായിരുന്നില്ല അല്ലെ. The snake slithered along my shoulder and coiled around my left arm above the elbow. The hood was spread out and its head was hardly 3 to 4 inch from my face. അപ്പൊ എന്താ പറയുന്നത്, പാമ്പ് ഷോൾഡറിന് ഇറങ്ങി കയ്യുമ്മൽ ചുറ്റി ഇങ്ങനെ നിൽക്കാണ് അല്ലെ. അപ്പൊ പാമ്പിന്റെ ഫേസും നമ്മുടെ ഡോക്ടറിന്റെ ഫേസും തമ്മിൽ 4 ഇഞ്ചിന്റെ 3 തൊട്ട് 4 ഇഞ്ചിന്റെ ഡിഫറൻസേ ഉള്ളൂ. അത്രയും അടുത്താണ് പാമ്പ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോ തുള്ളി ചാടാനോ വിളിച്ചു കൂവാനോ ഒന്നുമുള്ള ഒരു ഗ്യാപ്പോ ടൈമോ കിട്ടിയിട്ടില്ല. പിന്നെ പറഞ്ഞ ഹാർഡ്ലി 3 to 4 inches എന്നാണ്. ഹാർഡ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 3 to 4 inches ഉണ്ടെങ്കിലേ ഉള്ളൂ അല്ലെ, ഓൾമോസ്റ്റ് ഇല്ലാത്തതിന് തുല്യമാണ്. അപ്പൊ 3 to 4 inches പോലും ചിലപ്പോൾ ഉണ്ടാവില്ല. ഞങ്ങൾ അത്രയും ക്ലോസ് ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, it would not be correct to say that merely I sat there holding my breath. I was turned into stone, but my mind was very active. The door opened into the darkness. The room was filled with darkness. In the light of the lamp, I sat there like a stone image in flesh. അപ്പൊ എന്താണ്, ഇദ്ദേഹം ഒന്നും ചെയ്തില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. കാരണം ആകെ കല്ല് പോലെ നിൽക്കാണ് കേട്ടോ. അദ്ദേഹം ആകെ കല്ലായിട്ട് പേടിച്ചിട്ട് അനങ്ങാതെ, ശ്വാസം പോലും മര്യാദയ്ക്ക് വിടാതെ, ഒരു ജീവനില്ലാത്ത സംഭവത്തെ പോലെ, ഒരു കല്ല് പോലെ നിൽക്കാണ് അവിടെ. ബട്ട് മൈ മൈൻഡ് വാസ് വെരി ആക്റ്റീവ്. അപ്പൊ അദ്ദേഹത്തിന്റെ മൈൻഡ് ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. അപ്പൊ എന്താണ്, ബാക്കി മൊത്തം ഇരുട്ടാണല്ലേ, ഡോറ് തുറന്നിരിക്കുകയാണ്, ബാക്കി മൊത്തം ഇരുട്ടാണ്. ആകെയുള്ള വെളിച്ചം എന്താണ്, നമ്മുടെ ഈ ഒരു മിററിന്റെ മുന്നിലുള്ള കെറോസിൻ ലാമ്പ് അല്ലേ, നമ്മുടെ ഒരു മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചം മാത്രമേ അവിടെ ഉള്ളൂ. ബാക്കി പാമ്പ് കയ്യിലിരിക്കുകയാണ്, ബാക്കി റൂം ഫുൾ ഇരുട്ടാണ്. In the light of the lamp, I sat there like a stone image. അപ്പൊ ആ ഒരു ലാമ്പിന്റെ വെളിച്ചത്തിൽ കാണാം ഞാൻ കല്ല് പോലെ, അതായത് മാംസമുള്ള ഒരു കല്ല് പോലെയാണ് ഞാൻ ഇരിക്കുന്നത് എന്നുള്ളത്. ഫ്ലഷ് എന്ന് പറഞ്ഞാല് മാംസമാണ് ഉദ്ദേശിക്കുന്നത്. I felt then the great presence of creator of this world and this universe. അപ്പൊ ഇതുവരെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതുവരെ നമ്മുടെ ഡോക്ടർ എങ്ങനെയായിരുന്നു, ഇതുവരെ നമ്മുടെ ഡോക്ടർക്ക് ഭയങ്കര പ്ലാൻസും കുറച്ച് അഹങ്കാരം ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ. ഇവിടെ എത്തിയപ്പോ ഡോക്ടറിനെ എന്ത് പിടികൂടി, ഫിയർ പിടികൂടി അല്ലെ. ഫിയർ ആകെ ഗ്രാബ് ചെയ്തു. felt the great presence of creator of this world and this universe. അപ്പൊ മരണം അടുത്ത് കണ്ടപ്പോഴേക്ക് ദൈവത്തിനെ ഓർക്കാൻ തുടങ്ങി. അപ്പൊ എന്താണ്, കുറച്ച് ഇമോഷണൽ ആണ് നമ്മുടെ ഡോക്ടർ. കാരണം അപ്പോഴേക്ക് ഡോക്ടർക്ക് ആരൊക്കെ ഓർമ്മ വന്നു, ക്രിയേറ്ററിനെ, അതായത് ദൈവത്തിന് ഓർമ്മ വന്നു അല്ലെ. ആരോർമ്മ വന്നു, ദൈവത്തിന് ഓർമ്മ വന്നു. And this universe, the God was there. Suppose I said something and he did not like it. I tried my imagination to write bright letters outside my little heart the words, oh God. അപ്പൊ എന്താണ്, അപ്പോഴേക്ക് ആളാകെ സൂപ്പർസ്റ്റീഷ്യസ് ആയി അല്ലേ. അപ്പോഴേക്ക് എന്തായി, സൂപ്പർസ്റ്റീഷ്യസ് ആയി, അതായത് എന്തൊക്കെയോ വിശ്വാസങ്ങൾ വന്നു തുടങ്ങി. അപ്പൊ എന്താണ്, സൂപ്പർസ്റ്റീഷൻസ് വന്നു അല്ലെ. സൂപ്പർസ്റ്റീഷൻസ് വന്നു. അപ്പൊ ആകെ മൊത്തം കൺഫ്യൂസ്ഡ് ആയി. എന്താ പറയുന്നത്, ഞാൻ എന്റെ ഹാർട്ടിന്റെ മുന്നിൽ ഓ ഗോഡ് എന്ന് എഴുതുന്നത് ഇമാജിൻ ചെയ്തു എന്നാ പറയുന്നത്. എന്താണ്, ദൈവമേ എന്ന് എഴുതുന്നത് എന്റെ ഹാർട്ടിന്റെ പുറത്ത് ദൈവമേ എന്ന് എഴുതുന്നത് ഇമാജിൻ ചെയ്തു. കാരണം നമ്മുടെ ഡോക്ടർ വിചാരിച്ചത്, ഡോക്ടർ പറഞ്ഞതിലുള്ള എന്തോ ഒരു തെറ്റ് കാരണം ദൈവം ശിക്ഷിച്ചതാണെന്നാണ്. There was some pain in my left arm. It was as if a thick leaded rod or a rod made of molten fire was slowly but powerfully crushing my arm. The arm was beginning to be drained of all strength. What could I do? അപ്പൊ എന്താണ് പറയുന്നത്, കുറച്ചുകൊണ്ട് കഴിഞ്ഞപ്പോഴേക്ക് കൈ ഭയങ്കര വേദന ഉണ്ട് അല്ലെ. ഒരു വേദന ഇങ്ങനെ കയ്യിലേക്ക് വരുന്നുണ്ട്. ഒരു എന്താ പറയാ, നമ്മൾ ടിന്നിന്റെ ഈ ഒരു റോഡ് ഉണ്ടാവില്ലേ, മെറ്റലിന്റെ റോഡ് ഇങ്ങനെ ചുറ്റിയ പോലെ വേദനിക്കുന്നുണ്ട് എന്നാ പറഞ്ഞത്. അപ്പൊ പാമ്പിനെ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്തത്, ഒരു തിക്ക് ലെഡൻ റോഡുമായിട്ട് കമ്പയർ ചെയ്തു അല്ലെ. പിന്നെ പറയണ അല്ലല്ല, അങ്ങനത്തെ റോഡല്ല, അതായത് ചൂടുള്ള, അത് എന്താ പറയാ, ഉരുക്കിയ മെറ്റൽ കൊണ്ടാണ് എന്റെ കൈ പൊതിഞ്ഞതെന്ന് തോന്നുന്നു. അങ്ങനെയാണ് തോന്നുന്നത്. അതായത് എന്റെ കൈ ഇങ്ങനെ ഒടിച്ചു കളയാൻ പാകത്തിനുള്ള എന്തോ വെച്ച് കെട്ടിയ പോലെ തോന്നുന്നുണ്ട്. The arm was beginning to be drained of all strength. പിന്നെന്താ പറയുന്നത്, കൈയിന്റെ എല്ലാ ശക്തിയും ഇങ്ങനെ ചോർന്നു പോവുകയാണല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ ഫീൽ ആവുന്നുണ്ട് പാമ്പ് കയ്യിൽ ഇങ്ങനെ ചുറ്റിയിരിക്കുന്ന കാണുമ്പോ. എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നാണ് ചോദിക്കുന്നത്. ഡോക്ടർ റിയാക്ട് when the snake landed on him. അപ്പൊ ഡോക്ടർ അല്ലറിയോ, ഡോക്ടർ കരഞ്ഞോ,
ഡോക്ടർ ഒന്നും ചെയ്തില്ല അല്ലെ, ഡോക്ടർ ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ അനങ്ങാണ്ട് ഇരിക്കുകയാണ് ചെയ്തത്. He didn't jump, tremble or cry out. Instead, sat there like a stone image in the flesh. അപ്പൊ അവിടെ ജീവനുള്ള ഒരു സ്റ്റോൺ ഇമേജ് പോലെ എന്ത് ചെയ്തു? അനങ്ങാണ്ടിരുന്നു, വേറെ ഒന്നും ചെയ്തില്ല. Why did the doctor sit in the chair like a stone image in the flesh? അപ്പൊ എന്തുകൊണ്ടാണ് ഡോക്ടർ അങ്ങനെ ഒരു സ്റ്റോൺ ഇമേജ് ഇൻ ദ ഫ്ലഷ് പോലെ ഇരുന്നത്? He was terribly frightened and there was nothing else to be done. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ടല്ലേ, what else could I do എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്താണ്, അത്രയും പേടിച്ചിട്ടുണ്ട്. അത് മാത്രല്ല അവിടെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു, വേറെ ഒന്നും ചെയ്യാനുള്ള സമയവും ഇല്ലായിരുന്നു അല്ലെ. ഓക്കെ. At my slightest movement the snake would strike me. അപ്പൊ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ചെറുതായിട്ടൊന്ന് അനങ്ങിയ, സ്ലൈറ്റ് ആയിട്ടൊന്ന് അനങ്ങിയ പാമ്പ് കടിക്കും. Death lurked 4 inches away. Suppose it struck. What was the medicine I had to take? There were no medicines in the room. I was but a poor, foolish, stupid doctor. I forgot my danger and smiled feebly at myself. അപ്പൊ എന്താണ്? മരണം ഏതാനും ഇഞ്ചുകൾക്ക് അപ്പുറത്ത് ഇങ്ങനെ ഒളിഞ്ഞിരിക്കുകയാണല്ലേ. ഡെത്ത് lurked 4 inches away എന്നാണ് പറയുന്നത്. ഒളിഞ്ഞിരിക്കുകയാണ് മരണം ആ ഒരു ഭാഗത്ത്. ഇപ്പൊ വരും, അതായത് അത് അവിടെ ഉണ്ട്, എപ്പോ വരും എന്നറിയില്ല. ഇനി ആ പാമ്പ് കടിച്ചു എന്നിരിക്കട്ടെ. അപ്പൊ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ നമ്മുടെ ഡോക്ടറിന്റെ തോട്ട്സ് ആണല്ലേ. ഡോക്ടർ ആലോചിക്കാണ്, ഇനി ആ പാമ്പ് കടിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, എന്താ ഞാൻ എന്താ ചെയ്യാൻ പറ്റുക? ഞാൻ ഏത് മരുന്ന് എടുക്ക? ഈ റൂമിൽ ഒറ്റ മരുന്ന് പോലും ഇല്ലല്ലോ. ഞാൻ ഒരു poor, foolish, stupid ഡോക്ടർ ആയി പോയല്ലോ. അപ്പൊ ആദ്യം എന്താ പറഞ്ഞിരുന്നത്? ഞാനൊരു ഹാൻസം അൺമാരീഡ് ഡോക്ടർ. അതുവരെ ഡോക്ടർ എന്നുള്ളത് ഒരു പ്രൗഡ് ഫീലിംഗ് ആയിരുന്നു അല്ലെ. ഇവിടെ വന്നപ്പോ ഡോക്ടർ എന്നുള്ളത് എന്തായി? ഇവിടെ വന്നപ്പോ ഡോക്ടർ ആരായി? ഒരു സ്റ്റുപ്പിഡ് ഡോക്ടറായി. അതായത് ഡോക്ടർ എന്ന് പറയുന്നതിന് തന്നെ ഒരു ആ പ്രൗഡ് ഫീലിംഗ് ഒക്കെ പോയിട്ടുള്ളൊരു അവസ്ഥയായി. I forgot my danger and smiled feebly at myself. അതായത് ഞാൻ വളരെ നിസ്സഹായമായിട്ട് ഞാൻ എന്നോട് തന്നെ പുഞ്ചിരിച്ചു അല്ലെ, ഒന്നുകൂടെ പുഞ്ചിരിച്ചു. അപ്പൊ ഈ രണ്ട് പുഞ്ചിരി തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ നോക്കണം. ആദ്യത്തെ പുഞ്ചിരി എങ്ങനെയായിരുന്നു? ഒരു പ്രൈഡ് ഉള്ള പുഞ്ചിരി ആയിരുന്നു അല്ലെ, ഒരു ആത്മാഭിമാനമുള്ള, ഒരു അഹങ്കാരമുള്ള പുഞ്ചിരിയാണെങ്കിൽ ഇപ്പോ ഹെൽപ്ലെസ് ആയിട്ടുള്ള പുഞ്ചിരിയാണ് അല്ലെ. നേരത്തെ അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്മൈൽ ആയിരുന്നു. നേരത്തെ എന്തായിരുന്നു? അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്മൈൽ ആയിരുന്നു. ഇപ്പൊ എങ്ങനത്തെ സ്മൈൽ ആണ്? ഇപ്പൊ ഫീബിൾ ആയിട്ടുള്ള സ്മൈൽ ആണ്. ഓക്കെ, ഫീബിൾ ആയിട്ടുള്ള സ്മൈൽ ആണ്. അപ്പൊ കോൺട്രാസ്റ്റ് ആണല്ലേ കാണിക്കുന്നത്. രണ്ട് ഇമേജ്, ആ ഇൻസിഡന്റിന്റെ മുന്നേയും പിന്നിലും ഉള്ള രണ്ട് ഇമേജസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് കാണിക്കുന്നത്. It seemed as if God appreciated that. The snake turned its head. It looked into the mirror and saw its reflection. Claimed that it was the first snake that had ever looked into the mirror, but it was certain that the snake was looking into the mirror. അപ്പൊ എന്താണ് പറയുന്നത്? ദൈവത്തിന് എന്റെ ആ പുഞ്ചിരി ഇഷ്ടപ്പെട്ടിരിക്കണം. കാരണം പാമ്പ് ഇതുവരെ ഇങ്ങനെ നിൽക്കുമായിരുന്നല്ലേ. അപ്പൊ പെട്ടെന്ന് പാമ്പ് എന്ത് ചെയ്യാണ്? പാമ്പ് ഒരു കണ്ണാടി കാണാണ്. അവിടെ ഉണ്ടായിരുന്ന കണ്ണാടി പാമ്പ് കാണാണ്. പാമ്പ് നേരെ കണ്ണാടിയിലേക്ക് തിരിഞ്ഞു. അപ്പൊ നമ്മുടെ ഡോക്ടർ പറയാണ്, ലോകത്തിൽ ആദ്യമായി കണ്ണാടി നോക്കുന്ന പാമ്പ് ഇതാണെന്ന് ഞാൻ പറയില്ല, പക്ഷെ ഈ പാമ്പ് കണ്ണാടി നോക്കുകയാണ് എന്ന് ഞാൻ പറയും. Was it admiring its own beauty? Was it trying to make an important decision about growing a mustache or using an eyeshadow or mascara or wearing a vermilion spot on its forehead? അപ്പൊ എന്താ പറയുന്നത്? അതിന്റെ ഭംഗി തന്നെ ആസ്വദിക്കുകയാണോ? ഞാൻ എടുത്ത പോലെ മുസ്റ്റാഷ് ഇടാൻ, അതായത് മീശ വെക്കാൻ, അതാണോ ആലോചിക്കുന്നത്? മസ്കാരയോ ഐഷാഡോയോ അല്ലെങ്കിൽ ഒരു പൊട്ടോ, അതായത് ഒരു ചുവന്ന പൊട്ടോ തൊടാൻ വേണ്ടിയിട്ടാണോ അത് ആലോചിക്കുന്നത്? അപ്പൊ പാമ്പ് എന്ത് ആലോചിച്ചിട്ടായിരിക്കും കണ്ണാടി നോക്കുന്നത് എന്ന് ആലോചിക്കുകയാണ് ആര്? നമ്മുടെ ഡോക്ടർ. In the story, the snake is compared to 3 objects. What are they? അപ്പൊ 3 സംഭവങ്ങളായിട്ട് നമ്മൾ സ്നേക്കിനെ കമ്പയർ ചെയ്തു അല്ലെ. ആദ്യം എന്തുമായിട്ടാ കമ്പയർ ചെയ്തത്? ആ വീണ സമയത്ത് സ്നേക്കിനെ എന്തുമായിട്ടാ കമ്പയർ ചെയ്തത്? യെസ്, ഒരു റബ്ബർ ട്യൂബുമായിട്ട് കമ്പയർ ചെയ്തു അല്ലെ. പിന്നെ കയ്യിൽ ചുറ്റിയപ്പോ എന്തൊക്കെയാണെന്നാ പറഞ്ഞത്? ആദ്യം ഒരു ലിഡൻ റോഡ് ആണെന്ന് പറഞ്ഞു. പിന്നെ എന്താന്നാ പറഞ്ഞത്? മോൾട്ടൻ റോഡ് ആണെന്ന് പറഞ്ഞു അല്ലെ. അതായത് ഉരുക്കി വെച്ച ഒരു മോൾട്ടൻ ഫയർ ആണെന്ന് പറഞ്ഞു. ഉരുക്കി വെച്ച പോലെ അത്രയും ചൂടുള്ള ഒരു സംഭവമാണെന്ന് പറഞ്ഞു. ഓക്കെ. Why did he feel that he was a stupid doctor? അപ്പൊ എന്തുകൊണ്ടാണ് അദ്ദേഹം ഒരു സ്റ്റുപ്പിഡ് ഡോക്ടർ ആണെന്ന് തോന്നിയത്? കാരണം ആ റൂമിൽ എന്തില്ല?
ആ റൂമിൽ മരുന്നില്ല, ഈ പാമ്പ് കടിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇദ്ദേഹം ഒരു ഡോക്ടർ ആയിട്ട് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല, അത്രയും നിസ്സഹായാവസ്ഥയാണ്. He felt that he was a stupid and poor doctor as he was just 4 inches away from the snake and realizes that he has no medicine with him for snake bite. അപ്പൊ ഒരു ഡോക്ടർ ആയിട്ട് പോലും കയ്യില് പാമ്പ് കടിയുടെ ഒരു മരുന്ന് പോലും ഇല്ലാണ്ടാണ് അയാൾ ഇരിക്കുന്നതെന്ന് അയാൾ മനസ്സിലാക്കുകയാണ്. I did not know anything for certain. What sex was the snake? Was it male or female? I will never know. For the snake unwound itself from my arm and slowly slithered into my lap. അപ്പൊ എന്താണ്, ഈ പാമ്പ് ആണാണോ പെണ്ണാണോ, അല്ലെങ്കിൽ ഈ പാമ്പ് എന്താണ് ആലോചിക്കുന്നത് എന്നുള്ളതിന് ഒരു ഉറപ്പും ആർക്കില്ല, നമ്മുടെ ഡോക്ടർക്കില്ല. അത് ഒരു കാലത്തും ഡോക്ടർ അറിയൂല. പക്ഷെ ഡോക്ടർക്ക് അറിയാവുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്താണ്, പാമ്പ് കയ്യിൽ നിന്ന് പതിയെ മടിയിലേക്ക്, ലാപ്പിലേക്ക്, മടിയിലേക്ക് ഇറങ്ങി. അൺവൂണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇത്രയും നേരം കോയിലാക്കി ഇങ്ങനെ ചുറ്റിയിരിക്കല്ലായിരുന്നോ, അതൊക്കെ ഇങ്ങനെ അൺവൂണ്ട് ചെയ്യാണ്. ഓക്കെ. From there it crept onto the table and moved towards the mirror. Perhaps it wanted to enjoy its reflection at a closer quarter. അപ്പൊ എന്താണ്, അവിടെ നിന്ന് എഴഞ്ഞിട്ട് പാമ്പ് എങ്ങോട്ട് കയറി, ആ ടേബിൾ മേലേക്ക് കയറിയില്ലേ, ആ മിററുള്ള ടേബിൾ മേലേക്ക് കയറിയിട്ട് ആ മിററിന്റെ മുന്നിൽ വന്ന് ഇങ്ങനെ നിൽക്കാണ്. എന്നിട്ട് എന്താണ് പറയുന്നത്, മേ ബി അത് അതിന്റെ തന്നെ പ്രതിബിംബം ഉണ്ടല്ലോ, അതിന്റെ തന്നെ ആ ഒരു ഇമേജ് നമ്മള് മിററിൽ കാണില്ലേ, അത് കുറച്ചുകൂടെ അടുത്തുനിന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി ഇരുന്നതായിരിക്കാം എന്നാണ് ആര് പറയുന്നത്, ഡോക്ടർ പറയുന്നത് കേട്ടോ. അപ്പൊ പാമ്പ് കുറച്ചുകൂടെ ഒരു അടുത്തുനിന്ന് കുറച്ചുകൂടെ സൂം ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് മിററിന്റെ അടുത്തേക്ക് പോയതായിരിക്കാം എന്നാണ് പറയുന്നത്. I was no mere image cut in granite. I was suddenly a man of flesh and blood. Still holding my breath, I got up from chair. I quietly went out through the door into the veranda. From there, I leapt into the yard and ran all I was worth. അപ്പൊ എന്താണ് പറയുന്നത്, ഇദ്ദേഹമില്ലേ, ആ പാമ്പ് അങ്ങോട്ട് ടേബിൾ മേലേക്ക് കയറിയതു ഇദ്ദേഹത്തിന്റെ ജീവൻ കിട്ടുകയാണ്. അതുവരെ എന്തായിട്ടാ നിന്നത്, സ്റ്റോൺ ആയിട്ട് നിൽക്കുമായിരുന്നു അല്ലെ. പാമ്പ് അങ്ങോട്ട് പോയപ്പോ ഇദ്ദേഹം മജ്ജയും മാംസവും ഒക്കെ ഉള്ള ഒരു മനുഷ്യനായി തീരാണ്. ഓടി രക്ഷപ്പെടണം എന്നുള്ള തോട്ട് ഇദ്ദേഹത്തിന്റെ മൈൻഡിൽ വരികയാണ്. സ്റ്റിൽ ഹോൾഡിങ് മൈ ബ്രെത്ത്. അപ്പൊ എന്താ വെച്ചാൽ വലിയ അനക്കുണ്ടാക്കാതെ ശ്വാസം പിടിച്ചു വെച്ച് എന്താ ചെയ്യുന്നത്, എഴുന്നേറ്റ് പതിയെ വരാന്തയുടെ അടുത്തേക്ക് നടന്നു. ഓക്കെ, വരാന്തയുടെ അടുത്തേക്ക് നടന്നു. എന്നിട്ട് അദ്ദേഹം എന്താ ചെയ്യുന്നത്, ഒറ്റ ഓട്ടമാണ്. എങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കാതെ ഉള്ളതെല്ലാം, ഉള്ള ജീവൻ ഫുൾ വെച്ചിട്ട് ഇദ്ദേഹം ഓടി രക്ഷപ്പെടുകയാണ്. Phew! Each of us heaved a sigh of relief. All of us lit beedies. Somebody asked, "Doctor, is your wife very fat?" അപ്പൊ എന്താണ്, ഇത്രയും നേരം നമ്മൾ ഇത്രയുള്ള സ്റ്റോറി. ഓക്കെ, എന്നിട്ട് നമ്മൾ തിരിച്ച് എവിടേക്ക് വരികയാണ്, നമ്മൾ തുടക്കത്തിലേക്ക് വരികയാണ്. കുറച്ച് പേരിരുന്ന് സ്റ്റോറി പറയല്ലായിരുന്നോ, നമ്മൾ ഇവിടെ പറഞ്ഞല്ലോ അല്ലെ, നമ്മുടെ കുറച്ച് പേര് എന്താണ്, ഒരു ഹോമിയോപാത്തും കുറച്ച് പേരും ഇരുന്നിട്ട് സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തിന്റെ സ്റ്റോറി, സ്നേക്കിന്റെ സ്റ്റോറി. അപ്പൊ അവിടേക്ക് നമ്മൾ തിരിച്ചെത്തി. നമ്മളിപ്പോ അപ്പൊ ഇവർ ഈ സ്റ്റോറി കേട്ടിട്ട് ഇവരെല്ലാരും ഇങ്ങനെ ശ്വാസം പിടിച്ച് നിൽക്കുമായിരുന്നേ. അപ്പൊ അവരെന്തായി, അവരെല്ലാരും ശ്വാസം വിട്ടു എന്ന് ശ്വാസം വിട്ടു. Each of us heaved a sigh of relief. ഡോക്ടറിനെ പാമ്പ് കടിച്ചില്ല. All of us lit beedies. അപ്പൊ എല്ലാരും ബീഡി കത്തിച്ചു. Somebody asked, "Doctor, നിങ്ങളുടെ ഭാര്യ ശരിക്കും നല്ലത് അടിച്ചിട്ടാണോ?" No, doctor said, "God willed otherwise. My life companion is a thin, reedy person with the gift of a sprinter." അപ്പൊ എന്താ പറയുന്നത്, അല്ല, ദൈവത്തിന്റെ പ്ലാൻസ് വേറെ എന്തൊക്കെയോ ആയിരുന്നു. എന്റെ ഭാര്യ മെലിഞ്ഞ് നീണ്ടിട്ടുള്ള ഒരു സ്ത്രീയാണ്, അത് മാത്രമല്ല നല്ല ഓട്ടക്കാരിയാണ്. ഓക്കെ, ആ ഒരു എന്താ പറയുന്ന ഗിഫ്റ്റ് ഓഫ് എ സ്പ്രിന്റർ, അതായത് ഓട്ടക്കാർക്കുള്ള അത്രയും കരുത്തുണ്ട് ഓടാൻ ആർക്ക്, ഭാര്യയ്ക്ക്. Someone else asked, "Doctor, when you ran, did the snake follow you?" ഡോക്ടർ ഓടിയപ്പോ പാമ്പ് ഡോക്ടറുടെ പിറകെ വന്നോ എന്ന് വേറൊരാള് ചോദിച്ചു. The doctor replied, "I ran and ran till I reached a friend's house. Immediately I smeared oil all over myself and took a bath. I changed into fresh clothes. The next morning about 8:30, I took my friend and 1 or 2 others to my room to move things from there. But we found we had little to carry." അപ്പൊ എന്താണ്, അത് കഴിഞ്ഞിട്ട് ഇവര് ചോദിച്ചു ഡോക്ടറിനെ പിന്തുടർന്നിരുന്നു ആ ഒരു പാമ്പ് എന്ന്. അപ്പൊ ഡോക്ടർ പറയാണ്, ഇല്ല, ഞാൻ നേരെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി മേത്തൊക്കെ ഓയില് തേച്ചിട്ട് ഞാൻ കുളിച്ച് ഡ്രസ്സ് മാറ്റി പിറ്റേന്ന് രാവിലെ ഒരു 8:30 ഞാൻ എന്റെ ഫ്രണ്ടിനെയും 1-2 ആൾക്കാരെയും കൂട്ടി അവിടേക്ക് പോയി. എന്ത് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി. പാമ്പില്ലേ, ഇനിയിപ്പോ അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അവിടേക്ക് പോയി.
പക്ഷെ അവിടുന്ന് അധികം സാധനങ്ങളൊന്നും എടുക്കാനുണ്ടായിരുന്നില്ല. ചോദിക്കും a thief had removed most of my things. The room had been cleaned out. അപ്പൊ എന്താ പറയുന്നത്? ഒരു കള്ളൻ ആ റൂമിലുള്ള എല്ലാ സാധനങ്ങളും പെറുക്കി കൊണ്ടുപോയി അല്ലെ. ആ റൂമിൽ ഒന്നുപോലും ബാക്കി വെക്കാതെ എല്ലാം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ക്ലീൻഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ റൂമിൽ നിന്ന് എല്ലാം എടുത്ത് പോരാ. Not really. The thief had left behind one thing as a final insult. എല്ലാം എടുത്തു പറയാൻ പറ്റില്ല. കള്ളൻ ഒരു ഫൈനൽ ഇൻസൾട്ട്, ഒരു ഫൈനൽ ആയിട്ട് ഇദ്ദേഹം ഓൾറെഡി അപമാനിക്കപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയിൽ ഇദ്ദേഹത്തെ കുറച്ചുകൂടി അപമാനിക്കാൻ വേണ്ടി ഒരു സാധനം അവിടെ വെച്ചിട്ടാണ് പോകുന്നത്. വാട്ട് വാസ് ദാറ്റ്? ഐ ആസ്ക്ഡ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടാണ് വേറൊരു സംഭവം, വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം. നമ്മളിപ്പോ വിചാരിക്കും ഹോമിയോപാത്ത് ആയിരുന്നു എന്ത് നറേറ്റർ എന്ന്. ഹോമിയോപാത്ത് അല്ല നറേറ്റർ. ഓക്കെ, ഹോമിയോപാത്ത് നറേറ്റ് ചെയ്ത ടെയിലാണ്. ഓക്കെ, ആ സ്റ്റോറി മാത്രമേ ഹോമിയോപാത്ത് പറഞ്ഞിട്ടുള്ളൂ. ഹോമിയോപാത്ത് ആ ടെയിലിന്റെ നറേറ്റർ ആണ്. ആക്ച്വൽ നറേറ്റർ ഇതാ ഇവിടെ ഇരിക്കുന്നു, ഐ. ഈ ഐ ആണ് ഈ ഹോമിയോപാത്ത് പറയുന്നതും കൂടെ സ്റ്റോറി ആക്കി നമ്മളോട് പറഞ്ഞത്. ഹോമിയോപാത്ത് എന്തിന്റെ നറേറ്റർ ആണ്? അതിന്റെ ഉള്ളിലെ ടെയിലിന്റെ നറേറ്റർ ആണ്. അതായത് ഈ ഫുൾ സ്റ്റോറി നമ്മൾ ഈ ഒരു ബോക്സ് ആക്കിയാൽ ഇതിന്റെ നറേറ്റർ ഇവിടെ ഐ എന്ന് പറഞ്ഞു അല്ലെ. ആ ഐ ആരാ നമ്മളോട് പറയുന്നില്ല, ഒരു ഐ ആണ് ഈ സ്റ്റോറി പറയുന്നത്. ഈ സ്റ്റോറിന്റെ അകത്ത് വേറൊരു സംഭവം ഉണ്ട്. ഹോമിയോപാത്ത് പറഞ്ഞ പാമ്പിനെ കണ്ട ഒരു ചെറിയ സ്റ്റോറി. ആ സ്റ്റോറിയുടെ നറേറ്റർ ആണ് ഹോമിയോപാത്ത്. ഓക്കെ, ആ സ്റ്റോറിയുടെ നറേറ്റർ ആണ് ഹോമിയോപാത്ത്. മൊത്തത്തിലുള്ള സ്റ്റോറിയുടെ നറേറ്റർ ഈ പറഞ്ഞ ഐ ആണ്. ആ ഐ ആരാന്ന് നമുക്കറിയില്ല. അപ്പൊ നമുക്ക് ഇദ്ദേഹത്തെ എന്ത് വിളിക്കാം? നറേറ്റർ എന്ന് തന്നെ വിളിക്കാം, അല്ലെങ്കിൽ സ്പീക്കർ എന്ന് വിളിക്കാം. ഓക്കെ ഓക്കെ, ഐ ആസ്ക്ഡ്. അപ്പൊ നറേറ്റർ ആകെ ഒരു കാര്യം ഇതിൽ ചോദിക്കുന്നുള്ളൂ, എന്താണ് നമ്മുടെ കള്ളൻ അവിടെ ബാക്കി വെച്ച് പോയത്? The doctor said, "My vest, the dirty one. The fellow had such sense of cleanliness. The rascal could have taken it and used it after washing it with soap and water." അപ്പൊ എന്റെ ആ ഓൾമോസ്റ്റ് വെള്ള കളറുള്ള ബനിയൻ ഇല്ലേ, എന്റെ ആ വൃത്തിയില്ലാത്ത ആ ബനിയൻ, അത് അവിടെ വെച്ചിട്ടാണ് ആ കള്ളം പോയത്. അത് കൊണ്ടുപോയി ഒന്ന് കഴുകി ഉപയോഗിച്ചുകൂടായിരുന്നോ? അപ്പൊ ഇപ്പൊ ഈ വന്ന ആൾക്കാരൊക്കെ എന്ത് മാത്രമേ കണ്ടുള്ളൂ? ആ ബനിയൻ മാത്രമേ കണ്ടുള്ളൂ. ഇപ്പൊ എല്ലാത്തിനും മുന്നിൽ നമ്മുടെ ഡോക്ടർ നാണം കിട്ടൂ അല്ലെ. ഒന്ന് ഡോക്ടർ പാമ്പിനെ പേടിച്ചു, രണ്ടാമത്തത് അവിടെ നിന്ന് ഇറങ്ങി ഓടി ഫ്രണ്ടിന്റെ വീട്ടിലെത്തി. അപ്പൊ വാതില് പോലും അടയ്ക്കാണ്ടാണ് ഓടിയത്. അപ്പൊ എല്ലാം കയ്യിൽ നിന്ന് പോയി, ആകെ അപമാനിക്കപ്പെട്ട് നിൽക്കാണ്. അതിന്റെ മുകളിലേക്ക് ഈ വരുന്ന നാട്ടുകാരൊക്കെ കാണുന്നത് ഈ തൂക്കിയിട്ട വൃത്തിയില്ലാത്ത ബനിയൻ മാത്രമാണ്. Did you see the snake the next day, doctor? The doctor laughed. I have never seen it since. It was a snake which was taken with its own beauty. അപ്പൊ പറയാണ് ഡോക്ടർ പിന്നെ ആ പാമ്പിനെ കണ്ടിരുന്നോ? ഇപ്പൊ ഡോക്ടർ പറയാണ് ഞാൻ ആ പാമ്പിനെ പിന്നെ കണ്ടിട്ടേ ഇല്ല, സ്വന്തം ഭംഗിയില് മുഴുകിപ്പോയ ഒരു പാമ്പായിരുന്നു അതെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ചിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ അല്ലെ. ചാപ്റ്റർ വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ വളരെ ഫണ്ണി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. വായിച്ചിരിക്കാൻ നല്ലൊരു വൈബുള്ള ചാപ്റ്റർ ആണ് അല്ലെ. അപ്പൊ ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് കാര്യമായിട്ട് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് നമ്മുടെ ഡിസ്കോസ് ആയിരിക്കും. നമ്മുടെ തോട്ട്സ് ഉണ്ടാവും, പിന്നെ ഫ്രേസൽ വേർബ്സ് ഉണ്ടല്ലേ. ഈ ചാപ്റ്റർ നിറയെ ഫ്രേസൽ വേർബ്സ് ഉണ്ട്. അപ്പൊ ഫ്രേസൽ വേർബ്സ് നോക്കി വെക്കണം. പിന്നെ ഫ്രേസൽ വേർബ്സ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തു. ഇപ്പം ക്ലീൻഡ് ഔട്ട് ആണെങ്കിലും, ഗോട്ട് അപ്പ് ആണെങ്കിലും, ലേ ഡൗൺ ആണെങ്കിലും, ടൈം ഓഫ് ആണെങ്കിലും ഒക്കെ. ഓക്കെ, അപ്പൊ ഫ്രേസൽ വേർബ്സ് ആണ് ഉള്ളത്. പിന്നെ എന്താ ഉള്ളത്? ഫ്രേസസ് ഉണ്ട്. പിന്നെ നമുക്ക് ഇതിൽ വരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, ഓക്കെ ഈ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. തോട്ട്സ് ഉണ്ട്. ഈ തോട്ട്സിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ തോട്ട്സ് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നുണ്ട് അല്ലെ. ഒരു ഏരിയയിലുള്ള തോട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ആ പാമ്പ് വന്ന് വീണതിന് ശേഷം ഉണ്ടാവുന്നത്. പിന്നെ നമുക്ക് എന്ത് വരാം? ലെറ്റർ റൈറ്റിംഗ് വരാം. അപ്പൊ ഈ ലെറ്റർ റൈറ്റിംഗും നമുക്ക് എങ്ങനെ വരാം? ഡോക്ടർ ആ ഒരു ഇൻസിഡന്റിനെ പറ്റി പറയുന്ന ലെറ്റർ റൈറ്റിംഗ് ആവാം, അല്ലെങ്കിലോ നമ്മുടെ ഈ നറേറ്റർ വേറെ ഒരാളോട് പറയുന്ന ലെറ്റർ റൈറ്റിംഗ് ആവാം, ഡയറി എൻട്രി ആവാം. കാരണം നമ്മുടെ ഇദ്ദേഹം ഇല്ലേ പാമ്പിനെ കണ്ട് ഓടി ആ ഫ്രണ്ടിന്റെ വീട്ടിലെത്തി ഡയറി എഴുതാം അല്ലെ, എങ്ങനെ ഉണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ്, നല്ല ഡയറി എൻട്രി ഉണ്ടാവാം. പിന്നെ മെയിൻ ആയിട്ട് തോട്ട്സ് എന്തായാലും ഫോക്കസ് ചെയ്ത് പഠിക്കണം. തോട്ട്സിലെ കോൺട്രാസ്റ്റ് ശ്രദ്ധിക്കണം. ഫ്രേസൽ വേർബ്സ് എന്തായാലും നോക്കി വെക്കണം. ഫ്രേസൽ വേർബ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരാം. അപ്പൊ ആദ്യത്തെ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യണമെങ്കിൽ നറേറ്റീവ് ഉണ്ടാവാം, നറേറ്റീവ്സ് ഉണ്ടാവാം, റൈറ്റപ്സ് ഉണ്ടാവാം അല്ലെ.
ഓക്കെ, അപ്പൊ ആദ്യത്തെ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എഴുതണമെങ്കിൽ നിങ്ങൾ എന്തറിയണം? സ്റ്റോറിയിൽ എന്ത് സംഭവിച്ചു എന്നറിയണം, നമ്മുടെ ഡോക്ടറിന്റെ ഫീലിങ്സ് അറിയണം, അതേപോലെ നമ്മുടെ ഡോക്ടറിന്റെ സ്റ്റോറി കേട്ടിരുന്ന ഓഡിയൻസ് ഇല്ലേ അവരുടെ ഫീലിങ്സ് അറിയണം. കാരണം അവർ ആ സ്റ്റോറിയിൽ മുഴുകിയിരിക്കുകയാണ്. ഡോക്ടർ ആ സ്റ്റോറി അവസാനിപ്പിച്ചപ്പോ അവരും എന്ന് പറഞ്ഞിട്ടാണ് ആ സ്റ്റോറിയിൽ നിന്ന് ഇറങ്ങി പോരുന്നത് അല്ലെ. അപ്പൊ അതും നിങ്ങൾ ഓർത്ത് വെക്കണം. അപ്പൊ നമ്മുടെ റൈറ്റിംഗിൽ മെയിൻ ആയിട്ട് ഇങ്ങനത്തെ സംഭവങ്ങളാണ് വരിക. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ചാപ്റ്റർ നല്ല വ്യക്തമായിട്ട് മനസ്സിലാക്കണം അല്ലെ. ചാപ്റ്ററിലെ മുക്കും മൂലയും നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഫ്രേസൽ വേർബ്സ് ആണ്, അത് നമ്മൾ അണ്ടർലൈൻ ചെയ്ത് അതിന്റെ മീനിങ് കൊടുത്തിട്ടുണ്ട്, അതെല്ലാം നിങ്ങളൊന്ന് നോക്കി വെക്കണം. ഇനി നമുക്ക് ബാക്കി ഉണ്ടായിരുന്ന 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. Suddenly a man of flesh and blood. What does the doctor mean by this statement? അപ്പൊ ഞാൻ പെട്ടെന്ന് ഒരു മനുഷ്യനായി മാറിയില്ലേ, അപ്പൊ അതുവരെ സ്റ്റോൺ ആയിരുന്നു. അപ്പൊ എന്തായിരിക്കും ഡോക്ടർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? ആ പാമ്പങ്ങ് ഇറങ്ങിപ്പോയപ്പോഴാണ് ആ പേടി വിട്ടത് അല്ലെ. പാമ്പങ്ങ് ഇറങ്ങിപ്പോയപ്പോഴാണ് ഓടണം എന്നുള്ളൊരു ബോധം വന്നത്. Now the snake moved to the table. The doctor realizes that now he can run away and the fear slowly gave way to the need to escape. അപ്പൊ ഓടി രക്ഷപ്പെടണം എന്നുള്ള ചിന്തയിലേക്ക് ആ പേടി പതുക്കെ ഒഴിഞ്ഞു പോയി, ഓടി രക്ഷപ്പെടണം എന്നുള്ളൊരു ചിന്ത വന്നു അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, why did the doctor run to his friend's house? അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് ഓടിയിട്ടുണ്ടാവുക? He ran away to a safe spot. The snake didn't harm him, but it was enjoying its own reflection. അപ്പൊ ഒരു സേഫ് സ്പോട്ടിലേക്ക് ഓടിയതാണ് ഫ്രണ്ടിന്റെ വീട്ടിലേക്ക്. അടുത്തത്, the snake didn't harm him, but was enjoying its own reflection. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു ഈ ചാപ്റ്ററിന്റെ തീം എന്ന് പറയുന്നത് നേച്ചർ ആണ് അല്ലെ. അപ്പൊ നിങ്ങൾ ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഇത് മാത്രമല്ല, നിങ്ങൾ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒട്ടുമിക്ക വർക്ക്സിലും നിങ്ങൾക്ക് ഈ ഒരു സംഭവം കാണാൻ പറ്റും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നേച്ചറും മാനും കോ എക്സിസ്റ്റ് ചെയ്യാണ്. എന്താണ് ചെയ്യുന്നത്? കോ എക്സിസ്റ്റ് ചെയ്യാണ്. നേച്ചറും മാനും സ്നേഹത്തോടെ പരസ്പരം ഉപദ്രവിക്കാതെ ഒരുമിച്ച് നിൽക്കുകയാണ്. ആ റാറ്റ് മുകളിലുണ്ട്, നമ്മുടെ ഡോക്ടർ ഉപദ്രവിക്കുന്നില്ല. സ്നേക്ക് ഡോക്ടർ ഉപദ്രവിക്കുന്നില്ല, ഡോക്ടറെയും ഉപദ്രവിക്കുന്നില്ല. ശ്രദ്ധിച്ചോ, ഡോക്ടറുടെ പേടി മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അവര് പരസ്പരം ഉപദ്രവിക്കുന്നില്ല. അതായത് മാനും നേച്ചറും ഒരേപോലെ, മാൻ കൊണ്ട് ഉദ്ദേശിച്ചത് ഹ്യൂമൻസ് എഴുതാം, ഹ്യൂമൻസും നേച്ചറും ഒരേപോലെ ഒരുമിച്ച് പരസ്പര ബഹുമാനത്തോടു കൂടി ആ ഒരു അഡ്ജസ്റ്റ്മെന്റോട് കൂടി എന്ത് ചെയ്യാണ്? എക്സിസ്റ്റ് ചെയ്യാണ്. അപ്പൊ ആ ഒരു തീം ഇതില് മുന്നോട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ സ്നേക്ക് എന്ത് ചെയ്യുന്നില്ല? സ്നേക്ക് ഹാം ചെയ്യുന്നില്ല, പകരം അവനവന്റെ റിഫ്ലക്ഷൻ തന്നെ ആലോചിച്ച് മതിമറന്നിരിക്കുകയാണ്. പിന്നെ ചോദിക്കുന്നുണ്ട്, എന്താണ് തീവ് അവസാനം ഒരു ഇൻസൾട്ട് ആയിട്ട് വെച്ചിട്ടുള്ളത്? അപ്പൊ എന്താണ് വെച്ചിട്ടുള്ളത്? എന്താണ് തീഫ് ബാക്കി വെച്ചിട്ടുള്ളത്? ആ വൃത്തിയില്ലാത്ത വെസ്റ്റ് മാത്രമാണ് അല്ലെ. ഡോക്ടേഴ്സ് ഡേർട്ടി വെസ്റ്റ് ആസ് എൻ ഇൻസൾട്ട് ടു ഡോക്ടേഴ്സ് സെൻസ് ഓഫ് ക്ലെൻലിനെസ്. അപ്പൊ ഡോക്ടറുടെ വൃത്തിയില്ലായ്മയ്ക്ക് ഒരു ഇൻസൾട്ട് ആയിക്കൊണ്ട് അത് മാത്രമാണ് അവിടെ വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ സംഭവമാണ്. നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്നേക്കും നമ്മുടെ മാനും, അതായത് നമ്മുടെ ഡോക്ടറും എങ്ങനെ ഓൾമോസ്റ്റ് ഒരേപോലെയാണ് അല്ലെ. ഒരേപോലെയാണ് ഇവരുടെ ഒരുപാട് ക്യാരക്ടേഴ്സ്. രണ്ടുപേരും മിറർ കണ്ടു കഴിയുമ്പോ രണ്ടുപേരും ചെയ്തുകൊണ്ടിരുന്ന പണി മറന്ന് മിററിൽ സ്വന്തം റിഫ്ലക്ഷനിൽ മറന്നിരിക്കുകയാണ്. പിന്നെ രണ്ടുപേരും തമ്മിൽ വീട് ആ ഒരു മൊമെന്റ് മുതൽ നമുക്ക് നമ്മുടെ ഡോക്ടറുടെ എല്ലാ ക്യാരക്ടറും എവിടെ കാണാം? നമ്മുടെ സ്നേക്കിലും കാണാം അല്ലെ. ഓക്കെ, രണ്ടുപേരും, പ്രത്യേകിച്ച് രണ്ടുപേരുടെയും മിററിനോടുള്ള ആ ഒരു റിയാക്ഷൻ രണ്ടുപേരുടെയും സിമിലർ ക്യാരക്ടേഴ്സ് ആണ് കാണിക്കുന്നത്. അതായത് ഹ്യൂമൻ ബീങ്സ് ആണെങ്കിലും നേച്ചർ ആണെങ്കിലും ഈക്വൽ ആണ്, ഒരേപോലെയാണ്, ഈക്വൽ അവകാശമുള്ള ആൾക്കാരാണ് എന്ന് കാണിക്കാനും കൂടെ നമ്മുടെ ഓത്തർ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അതൊരു എക്സ്ട്രാ നോളജ് ആണ്. നിങ്ങൾക്ക് റൈറ്റപ്സ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ചാപ്റ്റർ അത്രേ ഉള്ളൂ. നമ്മൾ നല്ല അടിപൊളിയായിട്ട് ചാപ്റ്റർ പഠിച്ചു അല്ലെ. ചാപ്റ്ററിൽ ഇനി നമുക്കൊന്നും കവർ ചെയ്യാനില്ല. നമ്മൾ കാര്യമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നോക്കി. ഇനി റൈറ്റപ്സ് മാത്രമേ ഉള്ളൂ, അതായത് ഇനി ഡിസ്കോഴ്സ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം വിത്ത് വേർഡ് മീനിങ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ മിസ് ഒന്നുകൂടെ പറയാണ്, ലക്ഷ്യ ബാച്ച് ഉണ്ട് SSLCയുടെ. 3,999 ഫീ ഉള്ളൂ. അത് മാത്രമല്ല, നമ്മൾ എല്ലാ ഫുൾ സിലബസ് എക്സാം ഓറിയന്റഡ് ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ലക്ഷ്യ ബാച്ച് ജോയിൻ ചെയ്യാനുള്ളവരൊക്കെ എന്ത് ചെയ്യാം? 7592092021 7591999966 മെസ്സേജ് അയക്കുക. ഓക്കെ, ഒരു ഹായ് മാത്രം അയച്ചാൽ മതി. അപ്പൊ നമ്മള് ഇതിലും വിശദമായിട്ട് നമ്മൾ നമ്മുടെ ബാച്ചില് എക്സാം ഫോക്കസ്ഡ് ആയിട്ടാണ് നടത്തുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഒരു ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായില്ലേ? ഈസി അല്ലായിരുന്നോ ചാപ്റ്റർ? നമ്മുടെ ബഷീറിന്റെ
നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു അല്ലെ. അപ്പൊ ഇന്നത്തെ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു മീ. താങ്ക്സ് അ ലോട്ട്. ബൈ.